അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഹൈലൈറ്ററിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതില് നമുക്ക് 100 രൂപയ്ക്ക് വരെ തൊട്ടിട്ട് അത്യാവശ്യം പ്രൈസ് റേഞ്ചിൽ വരുന്ന അത് വരെ ഞാൻ കാട്ടിത്തരാം. പിന്നെ ഹൈലൈറ്റർ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ കുറച്ചധികം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ മേടിച്ചു വെക്കുക എന്നല്ലാതെ അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ വരുന്നുണ്ട്. പിന്നെ വേറെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കാര്യങ്ങളുടെ കൂടെയൊക്കെ മിക്സ് ചെയ്തിടാൻ പറ്റും എന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ എന്താ നമുക്ക് സ്കിന്നിന്റെ ഒരു ഗ്ലോയും അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റർ ആയിട്ടും എല്ലാം ഒരു ഓക്കെ അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ കാട്ടിത്തരാം. കാണുന്നത് നമ്മളുടെ ഇൻസൈറ്റിന്റെ ഒരു അടിപൊളി ഷെയ്ഡാട്ടാ, സോറി ഹൈലൈറ്റർ ആട്ടാ. ഇത് ഞാൻ മേടിച്ചപ്പോ ഞാൻ ഇവിടെ ഷോപ്പിൽ കണ്ടപ്പോ ഞാൻ ഇൻസൈറ്റിനെ കണ്ടപ്പോ ഞാൻ മേടിച്ചപ്പോ എനിക്ക് അന്ന് 125 രൂപയായിരുന്നു വന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് മൂൺസ്റ്റോൺ ബ്ലിസ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ, അതാ യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് വാങ്ങിച്ചപ്പോ 125 രൂപയായിരുന്നു. ഞാനിത് വീഡിയോ ഇട്ടപ്പോ അത്യാവശ്യം ആളുകൾക്ക് റീച്ച് ആയി പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാർ മേടിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇതിന് ആമസോണിൽ 107 രൂപ അങ്ങടെ ഉള്ളൂ. ഇനി ഞാൻ കാട്ടിത്തരാട്ടാ. ഇവിടെ കാണുമ്പോ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാം. സി കണ്ടോ, ഇത് ഇങ്ങനെ കാണുമ്പോ നമുക്ക് പെട്ടെന്ന് എമൗണ്ട് കൂടി എന്ന് തോന്നും. പക്ഷെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോ ഉണ്ടല്ലോ, സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. കണ്ട നല്ല ഭംഗി. കാരണം ഈ ഒരു സൈഡും തമ്മിലുള്ള ഡിഫറെന്റ് കണ്ടോ. ഇതില് ഇപ്പൊ നമ്മൾ സ്കിൻ കെയർ ചെയ്തേണ്ട ആ ഒരു ഗ്ലോ മാത്രമേ ഉള്ളൂ. എന്ത് ചേഞ്ചാന്ന് പറയും, ഇത് ഭയങ്കര ചേഞ്ചാന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ചാ. പിന്നെ നമുക്ക് ഈ ഒരു 125 രൂപയ്ക്ക് ഞാൻ ഓക്കെയാണ് 125. പക്ഷെ ഓൺലൈനിലൊക്കെ ഇത്രയും വില കുറവ് കിട്ടുമ്പോ അടിപൊളിയല്ലേ. കണ്ടോ, ഇതാണ് കണ്ടത് ബ്ലെൻഡ് ചെയ്യുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയാ. ഒട്ടും ചങ്കിയും അല്ല, ഗ്ലിറ്ററി അല്ല, അങ്ങനെയൊന്നും അല്ല, അടിപൊളിയാ. കാണുന്ന കളേഴ്സ്ക്യൂൻ എന്ന ബ്രാൻഡിന്റെ കേട്ടോ. ഇതെനിക്ക് PR വന്നതാണ് കേട്ടോ. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ദൈവം എവിടെ കാണിക്കും. ഇത് കണ്ട, ഇതും ഒരു റോസ് ഗോൾഡിലാണ്. ഇതൊരു ന്യൂ ലോഞ്ചിങ് ആയിട്ട് വന്നത് അവരുടെ. അടിപൊളിയാട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ട. ഇതൊരു റോസ് ഗോൾഡ് ആയതുകൊണ്ട് ഇതൊരു സ്ട്രോപ്പ് ക്രീമാണ്. ഹൈലൈറ്റർ പോലെയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതില് എന്താ പറയാ, ഹൈലൈറ്റർ ആയിട്ട് ഒരു ബേസ് ആയിട്ട് സ്ട്രോപ്പ് ക്രീം ആയിട്ടും അതുപോലെ തന്നെ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഷീബട്ടറും നിയാസിനമൈഡും ഉണ്ട്. പിന്നെ ഇലുമിനേറ്റർ ഉണ്ട്. ദെൻ നമുക്കിപ്പോ ഈ ഒരു സംഭവം ഒരു റോസ് ഗോൾഡ് ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ ബ്ലഷ് ഇട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം ഇതിലൊരു റോസ് കളർ ഉള്ളതുകൊണ്ട് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ പിങ്ക്. ഇവിടെ കാണുന്നുണ്ട് ഗോൾഡൻ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. അതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഇലുമിനേറ്റർ മേക്കപ്പ് ബേസ് ആണ്. ഇതൊരു ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതും ഗോൾഡൻ പിങ്ക് ആണ്. ഈ സെയിം. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ആകെ ഇത് 200 എത്ര കണ്ടുള്ളൂ, അത് 400-യോ 500-യോ ഒക്കെ. അപ്പൊ അത് ഓഫർ പ്രൈസിൽ കിട്ടും. 300-ക്കൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. ഇതൊക്കെ നല്ല എമൗണ്ട് ഉണ്ട്. സെയിം എക്സാക്ട് ഷെയ്ഡ് ആട്ടോ. വലിയ ഡിഫറെന്റ് എനിക്ക് തോന്നിയില്ല. ഒരു ചെറിയ ഗോൾഡ് അതിന് വെച്ചിട്ട് ഇത്തിരി കൂടുതലുണ്ട്. അപ്ലൈ ചെയ്യുമ്പോ കണ്ടോ. ഓഫ്കോഴ്സ് നമ്മുടെ ഫേസസ് കാനഡ സ്ട്രോപ്പ് ക്രീമാണ്. ഇതും റോസ് ഗോൾഡ്. ഇത് രണ്ടും എനിക്ക് PR വന്നതാണ്. അല്ലാതെ സെയിം ഇങ്ങനെ എമൗണ്ട് വാങ്ങിക്കത്തില്ല ഞാൻ. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ അടിപൊളിയാ. പിന്നെ നമ്മളുടെ ഫേസസിനെ കുറിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ കാട്ടിത്തരേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഞാൻ കാണിക്കും, എല്ലാവരുടെയും വെച്ച് തേച്ചിട്ട്. ഓക്കെ, ഈ സൈഡ് കാണിക്കാം. യു കൻ സീ ഇതും ഈ പറഞ്ഞ പോലെ കണ്ടോ. ഒരു ഷൈനിങ് ആണ് കൂടുതൽ. പിന്നെ ഇത് നമുക്ക് സ്ട്രോക്ക് ക്രീം നമുക്ക് പിന്നെ ഫസ്റ്റ് ഒരു ബേസ് ആയിട്ട് മോയ്സ്ചറൈസർ പോലെ ഒരു ബേസ് ആയിട്ട് ഇടാം, ഹൈലൈറ്റർ ആയിട്ട് ഇടാം, ഫൗണ്ടേഷൻ കൂടെ ഇടാം. അങ്ങനെയാണല്ലോ.
ഇത് ചെറുതിന് അധികം റേറ്റ് ഇല്ല, ഇത്തിരി റേറ്റ് കുറവാണ് ഇതിന് 299 രൂപ. പക്ഷെ അത് ഓഫർ പ്രൈസിൽ നമുക്ക് കിട്ടും, കാരണം ഇപ്പൊ എല്ലാത്തിലും ഓഫർ വരുന്നുണ്ട്. ദെൻ ഈ കാണുന്നതും ഒരു 600 രൂപയുടെ പ്രൊഡക്റ്റ് 599, ഇതും ഓഫറിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഇത്രയും മേടിച്ചപ്പോ 200 എത്രയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അടിപൊളിയാട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇലുമിനേറ്റർ ആണ്, ബേസ് ആണ് ഇത്. ഇത് ഒരു ബോൺ ടു ഗ്ലോ, ഒരു ഒക്കെ ലിക്വിഡ് ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഷെയ്ഡ് ഗ്ലീം ഗ്ലാം അല്ല, ഗ്ലീം 02. ഓക്കെ, ഇത് എവിടെ കാണിക്കും? ദെൻ ഇവിടെ കാണിക്കും, ഈ സൈഡ് കാണിച്ചില്ല. ഇത് കണ്ടോ, ഇതൊരു ഗോൾഡും പിങ്കും ഒക്കെ കൂടി മിക്സ് ചെയ്തൊരു ഷെയ്ഡാ. സി, ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു മീഡിയം ടു ഡാർക്ക് ഒക്കെ ആകുമ്പോൾ അവർക്കൊക്കെ ഒന്നുകൂടി ചേർന്ന് പൊക്കോളും. കാരണം അത്യാവശ്യം കുഴപ്പമില്ല. ഇത് കണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ഫെയ്ഡ് ആക്കുന്നുണ്ട് ഞാനിതൊരു, പക്ഷെ ഇത് നല്ല ഷെയ്ഡാ. നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ ഈ എന്താ ഫാഷൻ ഷോയിലൊക്കെ ഓരോരുത്തർ കണ്ടിട്ടില്ലേ, നല്ല സ്കിൻ ടു ചോക്ലേറ്റ് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് 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 ഒരു ഓപ്ഷനായി കാണുന്നത്. ഇതും എന്റെ ഫേവറേറ്റ് ആട്ടാ. കാരണം അവരൊക്കെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയിൽ തിളങ്ങി 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 ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്താ ഉപയോഗിക്കുന്നത്, ഇതാണോ ഉപയോഗിക്കുന്നത്? പക്ഷെ ചിലവർക്ക് ചെയ്യും, ചിലവർക്ക് ചെയ്യില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യൂട്ടാ. കാരണം നമ്മൾ ഈ ബോണിലൊക്കെ എന്താ പറയാ, ഈ കാണുന്ന ബോണൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെ ഒക്കെ യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊരു ഹൈലൈറ്റർ മോയ്സ്ചറൈസർ ആയിട്ടാണ് വാങ്ങിച്ചത്. മോയ്സ്ചറൈസറിന് കണ്ട് വാങ്ങിച്ചതാ, പക്ഷെ ഇതില് ഒരു ഇലുമിനേറ്റർ ക്രീമും ഹൈലൈറ്ററും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ ലാക്മേയുടെ 925 സ്കിൻ സ്റ്റൈലിഷ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ 2 എണ്ണം എൻ്റെ ഉണ്ടായിരുന്നു. അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം. ദെൻ ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3D ഗ്ലോ ഇൻസ്റ്റന്റ്ലി വരുന്നും പറയുന്നുണ്ട്. ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഫേസിലിടുമ്പോൾ നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അയ്യോ, ഞാൻ ഇന്നിവിടെ കളിച്ചത് ഇട്ടന്റെ വില നോക്കി ഇടുന്നുണ്ടോ? കണ്ടോ, ഇതില് കണ്ടോ ഈ ഒരു പോർഷൻ നോക്കിയോളൂ കേട്ടോ, അങ്ങോട്ടൊക്കെ നോക്കരുത്. ഓക്കെ, കണ്ടോ ഇതുപോലെ ഇങ്ങനെ നിൽക്കും. അപ്പൊ നിങ്ങള് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂട്ടി കളറാവും, നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ കുറച്ചുകൂടി റൈറ്റ് കൂടിയതിൽ ഏറ്റവും റൈറ്റ് കൂടിയത് ഈ കാണുന്ന ഗുഷിന്റെ. ഇത് 1000 അബവ് എത്രയൊക്കെ ഉണ്ട്. ഞാൻ അത്ര തന്നെ കേട്ടോ വാങ്ങിക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഇതൊന്നും നമ്മള് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നവര്, അതായത് പുറത്തു പോകുന്നവര് ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ അല്ല, നമ്മൾ എന്തായാലും നല്ലൊരു മേക്കപ്പ് ബേസ് നമുക്ക് വേണമല്ലോ, നല്ലൊരു. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തതാ ഈ സംഭവം. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന്. ഇത് ഇടുമ്പോ തന്നെ ഭയങ്കര ചേഞ്ചസാ ഇവിടെ കാണിക്കും. ഓക്കെ, ഇത്ര എമൗണ്ട് ഞാൻ പിശുക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വിലയുള്ള കാരണം കൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ, ഇതെനിക്ക് തോന്നുന്നു ക്യാമറയിൽ സെറ്റായി കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ സ്കിൻ ഇപ്പൊ ഈ ഒരു സംഭവം കണ്ടോ, ഇത് എനിക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം, ഒരു ചെറിയൊരു ട്രാൻസ്പെറന്റ് എന്തൊക്കെ ഒരു പ്രത്യേകത, ഒരു ഷെയ്ഡ്, ഒരു പുറത്തേക്ക് നോക്കുമ്പോ ഒരു ഇതിന്റെ എക്സാക്ട് ഒരു ബേബി പിങ്ക് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല ഈ കവർ. ഇതിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഗ്ലിറ്ററി പോലെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലൊന്നും തോന്നില്ല, പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു ഗ്ലോ മിനിമായിരുന്ന പോലെ. അതാണ് ഈ സംഭവം. അപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈലൈറ്ററും ഇലുമിനേറ്ററും മോയ്സ്ചറൈസറും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയില് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനുകൾ കാണും. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നിങ്ങൾക്ക് ഒരു 100 രൂപ തൊട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗീവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കൂടെ എന്താ പറയാ, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ പേഴ്സണലി മെസ്സേജുകൾ അധികം നോക്കുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റ്, അപ്പൊ ഞാൻ ആദ്യം ഇട്ട വീഡിയോ അങ്ങ് കളഞ്ഞു. കാരണം അതിൽ അധികം ചിലപ്പോ എന്താ പറയാ എല്ലാവരും ഇൻബോക്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് ഞാൻ ഇപ്പൊ കുറച്ച് മേടിച്ചു വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊരു ബോക്സ് വഴി ഞാൻ ഇങ്ങനെ കാട്ടിത്തരാം. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടായിരിക്കും. അപ്പോ
എന്തായാലും ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ, നമ്മുടെ ഗീവ് അവേനെ കുറിച്ചിട്ടൊരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ടായിരിക്കും. ദെൻ നമുക്ക് ഗീവ് അവേക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അതിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളതും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും അതിന് മുന്നേ ഞാൻ ഗീവ് അവേ ചെയ്യും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. സീ യു അഗൈൻ, ബൈ.